ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ സെക്കൻഡ് ഡേ ആണ് വയനാട്ടിൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബാണാസുരസാഗർ ഡാം, പിന്നെ വേറെ ഏതാണ് കുറുവ ദ്വീപ്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളാണ് ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഇന്നലെ താമസിച്ച എന്താ പറയുക ട്രീ ഹൗസിലാണ് ഉള്ളത്. ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ യാത്രയിൽ അറിയാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ പോകുന്നത് കൽപ്പറ്റയിലേക്കാണ്. ഇന്നലെ നിന്നത് ശാന്തിനഗർ എന്നൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമാണ് കൽപ്പറ്റയിലേക്കുള്ളത്. ഇതേ റോഡൊക്കെ കണ്ടോ, ഇന്നലത്തെ ചാറ്റൽ മഴയ്ക്ക് ശേഷം ഇന്നും ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പറയാം. ഗൈസ്, നമ്മൾ നേരെ ഉടുപ്പി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ നിന്ന് മസാല ദോശയും നല്ല വടയൊക്കെ കുത്തി കയറ്റി ആദ്യം എങ്ങോട്ടാണ് പോകുന്നത് നോക്കി? പൂക്കോട് ലേക്കിലേക്കാണ്. പൂക്കോട് ലേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കൽപ്പറ്റയിൽ ഒരു 12 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് പൂക്കോട് ലേക്കിൻ്റെ പാർക്കിംഗ് സ്ഥലത്താണ്. ഇവിടെ എത്തുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് വണ്ടിയിൽ കുട്ടികളുണ്ടോ എന്നുള്ള കാര്യം. കാരണം കുട്ടികളുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് അലൗഡ് അല്ല ആൾക്കാരെ. അത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കണം. അടിപൊളി. ഗൈസ്, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ റോഡിലേക്ക് കൂടെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 300 മീറ്റർ നടക്കാനെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ പൂക്കോട് ലേക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട്. ഗൈസ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 10 വയസ്സിന് താഴെയുള്ളവർക്കും 60 വയസ്സിന് മുകളിലുള്ളവർക്കും പ്രവേശനം ഇല്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ എൻട്രി ചാർജസ്. അഡൾട്ട്സിന് 30 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. നമുക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഷോപ്പുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ കാര്യമായിട്ടുള്ളത് പെഡൽ ബോട്ടാണ്. അതിനുള്ള ടിക്കറ്റ് നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനൊരു ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇപ്പോൾ പിന്നെ പറയണ്ടല്ലോ, കുട്ടികളെ ഏതായാലും ഇതിൻ്റെ അകത്തേക്ക് കയറ്റുന്നില്ല. ഇവിടെ സൈക്ലിംഗ് ചെയ്യാൻ 9 മണി മുതൽ 5 മണി വരെയാണ് അലൗഡ് ആയിട്ടുള്ളത് എന്ന് ബോർഡൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോഴാരും സൈക്ലിംഗ് ചെയ്യുന്നതൊന്നും കാണുന്നില്ല. പിന്നെന്താ, സ്ഥലത്തിൻ്റെ കണ്ടില്ലേ, നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇവരെ അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ്. ഗൈസ്, ഇതാണ് പൂക്കോട് ലേക്ക്. ബോട്ടിംഗ് ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടുണ്ട്. ഇതേ കണ്ടില്ലേ, പെഡൽ ബോട്ടുകളൊക്കെ ഇവിടെ സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ചെറിയൊരു അക്വേറിയം കൂടി കാണാനുണ്ട്. സോ ആദ്യം നമുക്ക് പെഡൽ ബോട്ട് ചെയ്തിട്ട് അക്വേറിയത്തിലേക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ്. 2 ആൾക്ക് പോകുന്നത് പെഡൽ ബോട്ടിന് 200 രൂപയും 4 ആൾക്ക് പോകുന്നതിന് 350 രൂപയും പിന്നെ 7 സീറ്റ് ബോട്ടിന് 500 രൂപയാണ് ചാർജ്. സോ നമ്മളേതായാലും 2 ആൾക്ക് പോകുന്ന പെഡൽ ബോട്ടാണ് എടുത്തത്. അതിന് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സോ നമ്മളെ പെഡൽ ബോട്ടിൽ കയറാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി പെഡൽ ബോട്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ആഴലുണ്ടാവും നല്ലോണം. അയ്യോ, നമ്മളെ ബോട്ട് 20 മിനിറ്റ് ഏ സൈഡിലിരിക്കുന്ന അപ്പുറം ഇരുന്നോ, കറിയോ. അയ്യാ, ചവിട്ടിക്കോ. ഇതിൻ്റെ എന്താ പറയുക, സ്റ്റിയറിംഗ് ആണ് ഈ സാധനം. ഇവിടെ നല്ല സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട്. അടിപൊളിയായിട്ട്. എനിക്ക് പേടിയാന്ന്, എനിക്ക് നീന്താൻ പോലും അറിയില്ല. അയ്യോ, നീന്താൻ അറിയാത്ത യോഗിയും കൊണ്ട് ഇതൊന്നും കോഴിക്കുഞ്ഞറിയുന്ന ഒച്ച. എപ്പെങ്കിലും ഒരു കഴിഞ്ഞ് മോലെല്ലാം വേണം. ഗൈസ്, നല്ല കാറ്റുണ്ടാവും. അതുകൊണ്ടല്ല ഈ ബോട്ട് ഒരു ഗതിയിലാണ്ടാ പോകുന്നത്. പേടിയാവുന്നുണ്ട്. എന്നിട്ട് അവസ്ഥ കുഴപ്പമില്ല, കുറച്ച് സമയം കാല് വേദന എടുക്കും. ഓക്കെ, ശരി. പിന്നെ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിക്കോളൂ അല്ലേ. അടുത്ത ലക്ഷ്യം പാർക്കിംഗ് ആണ്.
നോക്കി നല്ല വൃത്തി പറയാലോ. ഗൈസ്, ഇനി നമ്മൾ ഫ്രഷ് വാട്ടർ അക്വേറിയം കൂടി കണ്ടിട്ട് ഇവിടെ നിന്ന് വിടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ അടുത്തുള്ള ഒരു അക്വേറിയത്തിലാണ്. പിന്നെ ഡ്രോൺ പറപ്പിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് മാവോയിസ്റ്റ് ഭീഷണി എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ പെർമിഷൻ തന്നില്ല. അപ്പോൾ ഡ്രോണും കാഴ്ചകളൊന്നും ഇവിടെ നിന്ന് എടുക്കുന്നില്ല. നമുക്ക് ഇവിടെ അടുത്തുള്ള ഒരു അക്വേറിയം കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇതൊക്കെയാണ് അക്വേറിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, പൂക്കോട് ലേക്കും കണ്ട് നമ്മൾ നേരെ പോകുന്നത് ബാണാസുര സാഗർ ഡാമിലേക്കാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കാണ്. ഇപ്പോൾ ഈ സ്ഥലം എന്ന് വെച്ചാൽ 6-ാം മൈൽ കഴിഞ്ഞിട്ട് നമ്മൾ ബാണാസുര സാഗർ പോകുന്ന വഴിക്കാണ്. ഇപ്പോൾ യോഗി പറഞ്ഞു നമുക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് അല്ലേ? അപ്പോൾ കുറച്ച് ഫോട്ടോസും പിന്നെ ഡ്രോൺ കാഴ്ചകളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ബാണാസുര സാഗറിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. അടിപൊളി യോഗി, അടിപൊളി, സൂപ്പർ. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് ബാണാസുര സാഗർ ഡാമിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ബാണാസുര സാഗർ ഡാമിൻ്റെ പാർക്കിംഗ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. മറ്റേ പൂക്കോട് ലേക്കിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ ഈ സ്ഥലത്ത് കാണുന്നുണ്ട്. ഒരാൾക്ക് ഇവിടെ 30 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ്. സോ നമ്മൾ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് വാൻ സർവീസ് ഉണ്ട് മുകളിലോട്ടേക്ക്. അതിന് ഒരാൾക്ക് 20 രൂപയാണ്. നമ്മൾ അതും കൂടി എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ചെറുതായിട്ട് മഴ മാറുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് നടക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളാണ് കുടയും എടുത്തിട്ടില്ല. നമ്മൾ എൻ്റർ ആയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു തീം പാർക്കിൻ്റെ ഒരു സംഭവമുണ്ട്. അവിടെ നമ്മൾ വേറെ ടിക്കറ്റ് എടുത്ത് പോകേണ്ടതാണ്. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ വാൻ സർവീസ് 2 സൈഡിലേക്കും കൂടിയിട്ടാണ് 20 രൂപ. അല്ലെങ്കിൽ പിന്നെ ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വാൻ ഏതായാലും വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബാണാസുര സാഗർ ഡാമിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഗൈസ്, ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെ കാര്യമായിട്ട് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ബോട്ടിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവിടുന്ന് ഇതേ ഈ കാണുന്ന സ്ഥലം വരെ നടന്നിട്ട് തിരിച്ചു വരാമെന്നേ ഉള്ളൂ. പിന്നെ ഗൈസ്, ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ഇത് ഈ കാണുന്ന സ്ഥലത്താണ് സിപ്പ് ലൈൻ ഉള്ളത്. പിന്നെ ഇവർ പറയുന്ന പ്രകാരം പിന്നെ ഇതാണ് ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ്. പക്ഷേ നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇന്നലെ അവിടെ ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറെന്താ, പിന്നെ ഇവിടുത്തെ സിപ്പ് ലൈൻ അത്ര പോരാ എന്ന് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞൊരു അറിവുണ്ട്. സോ നമ്മളേതായാലും ഇവിടുത്തെ സിപ്പ് ലൈൻ ട്രൈ ചെയ്ത് നോക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഇനി ബോട്ടിംഗ് സർവീസ് ഉണ്ടെന്നാണ് കേട്ടത് അപ്പുറത്തെ സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൂടി പോയിട്ട് എന്താ അവസ്ഥ എന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം നമ്മൾ ബോട്ടിങ്ങിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ റൈറ്റ് സൈഡിൽ ഫിഷ് മസാജൊക്കെ ഉണ്ട്. പിന്നെ ചെറിയൊരു പാർക്ക് സെറ്റപ്പ് ഇവിടെ ആക്കിയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ഇവിടുത്തെ ബോട്ടിംഗ് ഏരിയ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വേറെ ആൾക്കാരൊന്നും കാണുന്നില്ല. എന്താ സംഭവം നോക്കാം. ലഞ്ച് ബ്രേക്കാണ്. ഇപ്പോൾ ഗൈസ്, നമ്മൾ ബോട്ടിംഗ് സെൻറ്ററിൽ എത്തി. പക്ഷേ അവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ 2:30 ഇനി ബോട്ടിംഗ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞേ ഉള്ളൂ. നമ്മളേതായാലും ബോട്ടിംഗ് ഒഴിവാക്കാമല്ലേ യോഗി? യോഗി ഏതായാലും ക്ഷീണിച്ചു. ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്
അടുത്ത സ്ഥലത്തേക്ക് പോകണം. പിന്നെ നേരത്തെ പറയാൻ വിട്ടതാണ്, ഇവിടെയും 10 വയസ്സിന് താഴെയുള്ളവർക്കും 65 വയസ്സിന് മുകളിലവർക്കും എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പം നമ്മളിനി അടുത്ത എങ്ങോട്ടാണ്? യെസ്, നമ്മളിനി പോകുന്നത് കുറുവ ദ്വീപിലേക്കാണ്. ബാക്കി കാഴ്ചകളൊക്കെ ഗൈസ്. ഇപ്പോൾ നമ്മൾ കുറുവ ദ്വീപിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. സോ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബാക്കി പറയാം. ഗൈസ്, ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെ കുറുവ ദ്വീപ് ക്ലോസ് ചെയ്തിട്ട് ഏകദേശം 2 വർഷമായി. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളത് ബാംബു റാഫ്റ്റിംഗ് ആണ്, അതായത് ചങ്ങാട സഫാരി. സോ അതിന് 150 രൂപയാണ് ചാർജ്. ഏതായാലും നമ്മൾ ഇത്ര ദൂരം വന്ന സ്ഥിതിക്ക് അതുകൂടെ ചെയ്തിട്ട് ഇവിടുന്ന് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മളിപ്പോൾ ചങ്ങാട സഫാരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോകാനുള്ള ചങ്ങാടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ കണ്ടുനോക്കാം. ഗൈസ്, ഈ ചേട്ടൻ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ കുറുവ ദ്വീപ് ക്ലോസ് ചെയ്തത് ഈ കൊറോണയുടെ പ്രശ്നം കൊണ്ടല്ല. ഇവിടെ ഒരു പരിസ്ഥിതിയുടെ കേസ് നടന്നുകൊണ്ടുണ്ട് ഹൈക്കോർട്ടിൽ. സോ ഹൈക്കോർട്ട് സ്റ്റേ ആണ്, അതുകൊണ്ടാണ് ഇത് ക്ലോസ് ആയിട്ടുള്ളത്. പിന്നെ കുറുവ ദ്വീപ് മാത്രമല്ല, മീൻമുട്ടി, സൂചിപ്പാറ വാട്ടർഫാൾസ്, പിന്നെ ചേമ്പ്ര പീക്ക് എന്നീ സ്ഥലങ്ങളൊക്കെ ക്ലോസ്ഡ് ആണ്. അത് ഹൈക്കോർട്ടിൻ്റെ സ്റ്റേ ഉള്ളത് കൊണ്ട് മാത്രമാണ്, ഈ കൊറോണയുടെ പ്രശ്നമല്ല അത്. ഗൈസ്, അപ്പോൾ നമ്മളിത് ഓപ്പോസിറ്റ് സൈഡിലെത്തിയിട്ടുണ്ട്. ഇനി പറ്റുമെങ്കിൽ കുറച്ച് ഡ്രോൺ കാഴ്ചകളൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് വിടാം. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഡെസ്റ്റിനേഷനായ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലേക്കാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ബോർഡൊക്കെ കാണുന്നുണ്ട്. സോ ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ജീപ്പിൽ കയറിയിട്ടുണ്ട്. 2 ആൾക്ക് ടിക്കറ്റിനായി ചിലവായത് 395 രൂപയാണ്. പിന്നെ ജീപ്പിന് എക്സ്ട്രാ 750 രൂപ കൂടി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ ജീപ്പ് സഫാരി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഫൈനലി നമ്മൾ കാട്ടിൻ്റെ അകത്തേക്ക് എൻ്റർ ആവുകയാണ്. പിന്നെ മൃഗങ്ങളെ കാണുന്നൊക്കെ ഇവിടെ ലക്കാണ്, അത് ഇവിടുത്തെ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട്. ഗൈസ്, ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. നമ്മളെ റൈഡ് അവസാനിക്കാറായി. അപ്പോൾ നമ്മൾ അവസാനം കാണുന്നത് ഈ മ്ലാവിനെയാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ തോൽപ്പെട്ടിയിൽ നിന്ന് ഇപ്പോൾ യാത്രയാവാന്ന് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് നമുക്കധികം മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് നാളെ കാണാം.